മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ വികാസമാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം പറയുന്നത്. ഓരോ കഥയിലും ഒരു മൂല്യമുണ്ടാകും. അവർക്ക് പാതരക്ക് തിന്നണം തോന്നും, അവർക്ക് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കണം തോന്നും. അവരുടെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുക. ഇപ്പോഴത്തെ പ്രണയം എന്താ? ആത്മാക്കൾ തമ്മിലുള്ള പ്രണയമല്ല, ശരീരങ്ങൾ തമ്മിലുള്ള പ്രണയമാണ് മാറുന്നത്. സെന്റ് ഓഫ് ആയ ദിവസം ഓട്ടോഗ്രാഫില് കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതിയിട്ട് രണ്ടും രണ്ട് വഴിക്ക് പോയി. ഇപ്പോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ എല്ലാവരും അല്ലേ? അവർ പറയുമ്പോ തലകുലുക്കി സമ്മതിച്ചു കൊടുക്കുക. ഈ കാര്യങ്ങൾ ചേർന്നാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മൃദുലകരമാകും. അച്ഛന്റെ അമ്മേന്റെയും സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. അറിയാമോ? നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോ കയ്യിലെ പ്രധാനപ്പെട്ട വിരല് പെരുവിരലല്ലേ, തള്ളവിരലല്ലേ? അതൊരിക്കലും ദൈവത്തെ പോലെ ചൂണ്ടിയിട്ട് തൊഴാറില്ലല്ലോ, അത് ഇങ്ങോട്ടാ ചൂണ്ടുന്നത്. ആ ക്ഷേത്രത്തെ ശക്തിപ്പെടുത്തും. കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ അറിവുകളുടെയും നമ്മുടെ അനുഭൂതിയെയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ വികാസമാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം പറയുന്നത്. ആ പുരാണങ്ങളെല്ലാം അതിന്റെ ഉപരിപ്ലവമായ കഥകൾ മാത്രം ആസ്വദിക്കുകയല്ല, അതിന്റെ അകത്തുള്ള മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഓരോ കഥയിലും ഒരു മൂല്യമുണ്ടാകും. മനുഷ്യനും മൃഗവും തമ്മിൽ അടിസ്ഥാന വ്യത്യാസമുണ്ട്. പല മൃഗങ്ങൾക്ക് പല രൂപങ്ങളുണ്ട്, അതുപോലെ നമുക്കും ഒരു രൂപം എന്നല്ലാതെ അടിസ്ഥാന ഘടന നമ്മുടെ ശരീരം മൃഗത്തിന്റെ അല്ലേ? മൃഗത്തിനും രണ്ട് കണ്ണ്, നമുക്കും രണ്ട് കണ്ണ്. മൃഗത്തിനും രണ്ട് ചെവി, നമുക്കും രണ്ട് ചെവി. മൃഗത്തിനും മൂക്കിന് രണ്ട് ദ്വാരം, നമുക്കും മൂക്കിന് രണ്ട് ദ്വാരം. മൂക്കിലൂടെ മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. മൃഗങ്ങളുടെ ചോരക്ക് ചുവന്ന നിറം, നമ്മുടെ ചോരക്ക് ചുവന്ന നിറം. മൃഗങ്ങളുടെ എല്ലിന് വെള്ള നിറം, നമ്മുടെ എല്ലിന് വെള്ള നിറം. പിന്നെന്താ വ്യത്യാസം? നമ്മുടെ ശരീരം കൊണ്ടൊരു നമ്മുടെ ശരീരം മൃഗത്തെക്കാൾ മോശ. പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് എന്തോ നല്ലത് കൊടുക്കുമോ? കഴുകിയിട്ടും വേവിച്ചിട്ടും കൊടുക്കാറുണ്ടോ? ഓണത്തിന് പാൽപ്പായസം വെച്ചു, പശുവിനെ കറന്ന പാൽ കൊടുക്കും. ഒരു ഗ്ലാസ് പാൽപ്പായസം പശുവിന് കൊടുത്തു, ആരെങ്കിലും കൊടുക്കും. 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കും, ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞ് തീരെ പുളിച്ചു പോയാൽ പശുവിന് കൊടുക്കുന്നതെല്ലാം വൃത്തിയായിട്ടത്, കഴുകാത്തത്, വേവിക്കാത്തത്. എന്നാൽ പുറത്തേക്ക് തരുമ്പോഴേക്ക് അത് വൃത്തിയാക്കുന്നതാ. നമ്മൾ കഴിക്കുന്നതെല്ലാം വൃത്തിയുള്ളതല്ലേ? കഴുകാതെ വേവിക്കാത്തെന്തോ കഴിക്കാറുണ്ടോ? എത്ര നല്ലത് പ്രവേശിച്ചാലും പുറത്തു വരുമ്പോഴേക്ക് മഹാവൃത്തികെട്ടതല്ലേ ആണല്ലോ. ശരീരം കൊണ്ട് നമ്മൾ മൃഗത്തെക്കാൾ പുറകില. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65 ഇതെല്ലാം തിന്നിട്ട് കുട്ടികളുടെ ശരീരം ഹോർമോൺ ഉൽപാദനം ആരംഭിക്കുമ്പോ അവരുടെ മനസ്സോർമ്മം. അവർക്ക് പാതരക്ക് തിന്നണം തോന്നും, അവർക്ക് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കണം തോന്നും. അവരുടെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുക. അപ്പോ എഴുന്നെങ്കിൽ ഒരു ചെക്കനെ കിട്ടണമെന്ന് പെണ്ണിന് തോന്നും, പെണ്ണിനെ കിട്ടണമെന്ന് ചെക്കന് തോന്നും. എഴുന്നെങ്കിൽ ഒരാൾ ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. പണ്ട് കൗമാരപ്രായം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോ. 16 വയസ്സാകുമ്പോ 200 പൂർണ്ണയന്ത്രന്മാരെ കാണും. 17 വയസ്സിലാ കൗമാരം തുടങ്ങിയ. ഇപ്പോഴാ UP സ്കൂളിലെ കുട്ടികള് പ്രപ്പോസ് ചെയ്യാ. പണ്ട് 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് പോലും പ്രേമം പറയാം ആരാദ്യം പറയുമെന്ന് പഠിപ്പിച്ച് നമ്മൾ മിണ്ടാൻ പേടിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രണയം എന്താ? ആത്മാക്കൾ തമ്മിലുള്ള പ്രണയമല്ല, ശരീരങ്ങൾ തമ്മിലുള്ള പ്രണയമാണ് മാറുന്നത്. അതുകൊണ്ട് അന്ന് പ്രേമം പറയാൻ മടിച്ചിട്ട് രണ്ടാളും പറഞ്ഞില്ല. അവസാനം സെന്റ് ഓഫ് ആയ ദിവസം ഓട്ടോഗ്രാഫില് കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതിയിട്ട് രണ്ടും രണ്ട് വഴിക്ക് പോയി. ഇപ്പൊ പിന്നെ എങ്ങോട്ട്? അന്ന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, എവിടെയാ ഉള്ളതെന്ന് ഒരു പിടിയില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഇപ്പൊ മക്കളിലായപ്പോ അവരെല്ലാം എവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കാൻ വേണ്ടി എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട്. അതാണിപ്പോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ എല്ലാവരും അല്ലേ? എന്നാൽ ഇപ്പോ UP സ്കൂളിലെ കുട്ടികള് അവരുടെ ഹോർമോണാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവരുടെ മനസ്സ് ഗുരുവല്ല, ശരീരം ഗുരുവാകുന്നു. മനസ്സാകുന്ന മുയല് കിടന്നുറങ്ങുന്നു, ശരീരമാകുന്ന ആമ മനസ്സാകുന്ന മുയലിനെ ഓവർടേക്ക് ചെയ്ത് പോകും. കേൾക്കാ പോയി ഒരു 2 കൊല്ലം കഴിയുമ്പോ ഒരു ട്രോഫി വാങ്ങി വരും, ഒന്നിനെ എടുത്ത് വരൂലേ അല്ലെ? പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറക്കുക. അച്ഛന്റെ അമ്മേന്റെയും സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. അറിയാമോ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിച്ചത്. എന്നാൽ അച്ഛനമ്മമാർ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചവരാ. നമ്മൾ ജനിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി ഉരുത്തിരിഞ്ഞ അന്ന് മുതൽ നമ്മളെ സ്നേഹിക്കാൻ ആരംഭിച്ചത് അച്ഛനമ്മമാർ. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മനസ്സാകുന്ന മുയല് കിടന്നുറങ്ങുന്നു, ശരീരമാകുന്ന ആമ മുന്നോട്ട് പോകുന്നു, ട്രോഫി വാങ്ങി വരുന്നു.
ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ വീട്ടിലെ ഗാർഹിക ബന്ധങ്ങൾ ഭക്ഷണവും ഉറക്കനും വേണ്ടി മാത്രമുള്ള ബന്ധങ്ങളാവരുത്. നിങ്ങൾ അറിവിന്റെ കാര്യത്തിൽ ഒത്തുചേരുക, പരസ്പരം കണ്ണിൽ നോക്കി വർത്തമാനം പറയുക, പുഞ്ചിരിച്ചുകൊണ്ട് മക്കളോടൊത്ത് ജീവിക്കുക, ഹൃദയം തുറന്ന് വർത്തമാനം പറയുക, മുന്നോട്ട് കുനിഞ്ഞിട്ട് അഹന്ത കാണിക്കാതെ കുട്ടികളോട് എടുക്കുക, അവരെ പരസ്പരം ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുക, അവരുടെ കണ്ണിൽ നോക്കുക. മക്കളുടെ കണ്ണുകളിലെ പ്രകാശവും വെളിച്ചവും ദൈന്യതയും ആർദ്രതയും നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയണം. പ്രിയപ്പെട്ട അച്ഛനമ്മമാര്, നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിട്ടും നിങ്ങളുടെ മക്കളുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറയാറുണ്ടോ? കണ്ണിൽ നോക്കണം. ഭർത്താവിന് കണ്ണ് കാണുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? പഴയൊരു പാട്ടുണ്ടല്ലോ, കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടുന്നൊരു യുഗ്മഗാനം ഓർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. അതുകൊണ്ട് മക്കളുടെ കണ്ണിൽ നോക്കുക, അവർക്ക് കവിതകൾ ചൊല്ലിക്കൊടുക്കുക, പാട്ടുപാടി കൊടുക്കുക, കഥകൾ വായിച്ചു കൊടുക്കുക, അവർ പറയുമ്പോ തലകുലുക്കി സമ്മതിച്ചു കൊടുക്കുക. ഈ കാര്യങ്ങൾ ചേർന്നാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മൃദുലകരമാകും. മൃദുലം എന്നതിന് ഇംഗ്ലീഷ് പറയണ്ട, സോഫ്റ്റൻ. സോഫ്റ്റൻ ആവാനുള്ള സൂത്രം എന്താ? സോഫ്റ്റൻ ആവാനുള്ള സൂത്രം SOFTEN. അതാ ഞാൻ ഇത്രയും പറഞ്ഞത്. എസ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, സ്മൈൽ. ഓ എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് വർത്തമാനം പറയോ. F എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുനിയ, അഹന്ത പാടില്ല. T എന്ന് പറഞ്ഞാൽ തൊടുക, പരസ്പരം തൊടണം, മക്കളെ ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾക്ക് കിൻഡർ ജോയും അൽഫാമും വാങ്ങിക്കൊടുക്കലല്ല. വത്സവം എന്ന് പറഞ്ഞാൽ നെഞ്ചാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അതാണ് വാത്സല്യം. ടച്ച്. E എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കുക. N എന്ന് പറഞ്ഞാൽ നോഡിങ്, പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ തല കുലുക്കി സമ്മതിച്ചു കൊടുക്കാനുള്ള ജനാധിപത്യ ബോധം ഉണ്ടാകുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തല കുലുക്കി സമ്മതിക്കുക. SOFTEN. സോഫ്റ്റനായോ? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക. എന്നിട്ട് വീട്ടിൽ ഒരു ദിവസം ഒരു കവിതയെങ്കിലും വായിക്കൂ, ഒരു കഥയെങ്കിലും വായിക്കൂ. പുരാണ പാരായണത്തിന് ഓരോരു ഭാഗം പാരായണം ചെയ്താൽ അതെന്താണെന്ന് ഒരു 10 കുട്ടികൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അത്തരത്തിൽ പാരായണങ്ങളിലൂടെ അറിവിന്റെ മനസ്സിന്റെ ആകാശം വളർത്തി ധിയോയോന പ്രചോദയാ, ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ സഹനാവവതു, ഒരുമിച്ച് പഠിക്കുക. അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് കർമ്മപദത്തിൽ എത്തിച്ചിട്ട് പ്രകാശമേന്തുന്നവരായി മാറുക. ഒരാളോടും വിദ്വേഷമില്ലാതെ ജീവിക്കുക. അത്തരത്തിൽ ഇത്തരത്തിലുള്ള പാരായണ സത്രങ്ങൾ കഴിയുമ്പോ അതിനെ കൊണ്ട് ഈ അമ്പലത്തിലെ ദൈവത്തിന് ശക്തി കൂട്ടാനല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവം. ഇവിടെയാണ് ദൈവം. ഈ ദൈവം നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോ കയ്യിലെ പ്രധാനപ്പെട്ട വിരല് പെരുവിരലല്ലേ, തള്ളവിരലല്ലേ? അതൊരിക്കലും ദൈവത്തെ പോലെ ചൂണ്ടിയിട്ട് തൊഴാറില്ലല്ലോ. അത് ഇങ്ങോട്ടാ ചൂണ്ടുന്നത്. ആ ക്ഷേത്രത്തെ ശക്തിപ്പെടുത്തുക, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പ്രകാശമണ്ഡലത്തെ ശക്തിപ്പെടുത്തുക, അവിടെ ഉത്സവം നടത്തുക, അവിടെ സൗന്ദര്യബോധം ഉണ്ടാവണം. അപ്പൊ സത്യാന്വേഷണം, നന്മ ചെയ്യണം, ശിവം വേണം. ശിവം എന്ന് പറഞ്ഞാൽ നന്മ, സൗന്ദര്യം. അതാ സത്യം, ശിവം, സുന്ദരം. ഇത് മനുഷ്യന്റെ ധാർമ്മികതയുടെ, മനുഷ്യ സംസ്കാരത്തിന്റെ 3 അടിത്തറകളാണ്. ഈ അടിത്തറയിൽ നിങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പാരായണങ്ങളും പാരായണ സത്രങ്ങളും നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. ഇത്ര നേരം ഭക്ഷണത്തിന്റെ തിരക്കിൽ പായാതെ ഇവിടെ തന്നെ ഇരുന്ന് കേട്ട നിങ്ങളുടെ മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.